രാജ്യമിപ്പോൾ കടന്നു പോകുന്നത് ഭീകരമായതും അതിനിർണായകവുമായ നിമിഷത്തിലൂടെയാണ്. ചോരച്ചൊവ്വ കഴിഞ്ഞിട്ടിങ്ങോട്ട് ആരും പകച്ചു നിന്നിട്ടില്ല. എന്നാൽ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി സൗദിയിലെ യാത്ര വെട്ടിച്ചുരുക്കി രാത്രിക്ക് രാത്രി വിമാനം കയറി പാകിസ്ഥാന്റെ വ്യോമപാതയെ പോലും കടത്തിവെട്ടിയാണ് ഇന്ത്യയിലേക്ക് എത്തിയത്. തൊട്ടു പിന്നാലെ വന്നിറങ്ങിയ വിമാനത്താവളത്തിൽ നിന്ന നിപ്പിൽ അടിയന്തര യോഗം ചേർന്നതാണ് നമ്മൾ കണ്ട കാഴ്ച. എന്നാൽ പക്ഷേ അതിനുശേഷം രാജ്യത്തിന്റെ ഭീകരാന്തരീക്ഷം മറികടക്കാനായി രാജ്യത്തെ ഒറ്റക്കെട്ടായി സർവകക്ഷികളും ഒന്നിച്ചു നിൽക്കേണ്ട സമയത്ത് മോദി ആ യോഗത്തിൽ എത്തിയില്ല. പകരം ബീഹാറിലേക്ക് പോകുകയാണ് ചെയ്തത്. എന്തിനാണെന്നോ, വരുന്ന ബീഹാർ തെരഞ്ഞെടുപ്പ് പരിപാടികൾ ഗംഭീരമാക്കാൻ. അതാണ് രാജ്യത്തിന്റെ പ്രധാനമന്ത്രിക്ക് മുൻപിലുള്ള പ്രധാന കാര്യം. എന്നാൽ ഇവിടെയാണ് രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഭീകരരുടെ ആക്രമണത്തിനിരയായി പരിക്കുപറ്റി കഴിയുന്ന തന്റെ സഹോദരങ്ങളെ ചേർത്തു പിടിക്കാൻ ഓടിയെത്തുന്നത്. സഹോദരന്മാരെ തമ്മിൽ അകറ്റുകയായിരുന്നു ഭീകരരുടെ ലക്ഷ്യമെന്നും ഈ സമയത്ത് നമ്മൾ ഒരുമിച്ച് നിൽക്കണമെന്നുമാണ് രാഹുൽ ഓരോരുത്തരുടെ അരികിലുമായി ചെന്ന് പറഞ്ഞത്. പാകിസ്ഥാൻ ഭീകരവാദികൾ വർഗീയ കലാപമുണ്ടാക്കാൻ ഇവിടെ ഇട്ടിട്ട് പോയ വിത്തിനെ മുളയ്ക്കും മുമ്പേ ചവിട്ടിയരയ്ക്കുകയായിരുന്നു രാഹുൽ ഈ ഒരൊറ്റ പ്രവൃത്തിയിലൂടെ. ശരീരത്തിലേറ്റ മുറിവിനേക്കാളും ഉപരി മനസ്സിനേറ്റ മുറിവിനാണ് രാഹുൽ മരുന്ന് പുരട്ടിയത് എന്ന് തന്നെ പറയാം. ഇവിടെ രാഹുൽ അമേരിക്കയിൽ പോകുമ്പോഴാണ് ഭീകരവാദികൾ ഇന്ത്യയിൽ ആക്രമണം ഉണ്ടാക്കുന്നത് എന്ന് പറഞ്ഞ് രാജ്യത്തിനകത്ത് സ്പർദ്ധയുണ്ടാക്കാൻ ശ്രമിച്ച BJP IT സെല്ലിനെതിരെ ഇന്നെന്തായാലും കർണാടക കോടതി കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്.